ഹലോ എവരിവൺ, എല്ലാവർക്കും പുതിയ ഒരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നാളെ നടക്കുന്ന SSLC മലയാളം പരീക്ഷയിൽ ഉറപ്പായും ചോദിക്കാൻ സാധ്യതയുള്ള കുറച്ച് ചോദ്യങ്ങളും അവയുടെ ഉത്തരങ്ങളുമാണ് ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. ഈ വീഡിയോ കാണുന്നതിലൂടെ ഒന്നും അറിയാത്ത കുട്ടികൾക്ക് പോലും നല്ല മാർക്ക് നാളത്തെ പരീക്ഷയിൽ സ്കോർ ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും. അതിനാൽ വീഡിയോ മുഴുവനായും കാണുവാൻ ശ്രദ്ധിക്കുക. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായി ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാർ സബ്സ്ക്രൈബ് ചെയ്ത് ഒപ്പം തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്യാൻ ശ്രദ്ധിക്കുക. കൂടാതെ നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യാനും വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് കാണാനും ശ്രദ്ധിക്കുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കടക്കാം. ഒന്നാമത്തെ ചോദ്യം ലക്ഷ്മണ സാന്ത്വനം എന്ന പാഠഭാഗത്തിൽ നിന്നാണ്. മനുഷ്യലോകം സുഖഭോഗങ്ങളുടെ പിന്നാലെ ചഞ്ചലമനസ്കരായി പായുന്നതിൻ്റെ അനൗചിത്യം കവി വ്യക്തമാക്കുന്നത് എങ്ങനെ? ഇങ്ങനെ ഒരു ചോദ്യം നാളത്തെ പരീക്ഷയിൽ ഉണ്ടാകാം. അല്ലെങ്കിൽ ചക്ഷുശ്രവണ കളസ്തമാം ദർദുരം ഭക്ഷണത്തിന് അപേക്ഷിക്കുന്നത് പോലെ കാലാഹിന പരിഗ്രസ്തമാൻ ലോകവും ആലോല ചേതസാ ഭോഗങ്ങൾ തേടുന്നു. ഈ വരികളിലെ ആശയം വിശദമാക്കുക എന്നതാണ്. ആ ഉത്തരത്തിൽ നിങ്ങൾക്ക് ഉൾപ്പെടുത്താവുന്ന കുറച്ച് പോയിന്റുകൾ ഇവിടെ പറയുന്നു. പാമ്പിൻ്റെ വായിലിരിക്കുന്ന തവള ആഹാരത്തിന് ശ്രമിക്കുന്നത് പോലെ കാലമാകുന്ന സർപ്പത്താൽ വിഴുങ്ങപ്പെട്ട മനുഷ്യൻ ചഞ്ചലമനസ്കരായി സുഖങ്ങൾക്ക് പിന്നാലെ പായുകയാണ്. മരണം മുന്നിലുള്ളപ്പോഴും ജീവിതത്തോടുള്ള ആസക്തി അവസാനിക്കുന്നില്ല. പാമ്പ് വളരെ പതുക്കെ വിഴുങ്ങുന്നത് കൊണ്ട് തവള അതറിയുന്നില്ല. കാലമാകുന്ന പാമ്പ് മനുഷ്യരെ വിഴുങ്ങിയിരിക്കുന്നു. കാലം ഭയം ജനിപ്പിക്കുന്നു. ചിലപ്പോൾ ചടുലമായും ചിലപ്പോൾ മന്ദമായും ചലിക്കുന്നതായും തോന്നാം. കാലത്തെ പാമ്പായി അവതരിപ്പിച്ചതിൻ്റെ യുക്തി ഇതാണ്. അടുത്ത ചോദ്യം. ഈ പ്രസ്താവം കാനൽ ജലം പോലെ ഒടുവിൽ എനിക്ക് വിഷാദത്തിന് ഇടയാക്കാതിരുന്നാൽ കൊള്ളാമായിരുന്നു. ദുഷ്യന്തൻ ഇങ്ങനെ ചിന്തിക്കാൻ കാരണമെന്ത്? ഇത് ഋതുയോഗം എന്ന പാഠഭാഗത്തിലേതാണ്. ഉത്തരം നോക്കാം. മയിലിനെ കൊടുത്തുകൊണ്ട് ശകുന്തലാസ്യം നോക്കൂ എന്ന് താപസി പറഞ്ഞപ്പോൾ എൻ്റെ അമ്മ ഇവിടില്ല എന്ന് ബാലൻ പറഞ്ഞത് ദുഷ്യന്തനിൽ ആകാംക്ഷ വളർത്തി. ശകുന്തലാസ്യം എന്ന പദത്തിന് ശകുന്തത്തിൻ്റെ നൃത്തമെന്നും ശകുന്തളയുടെ മുഖമെന്നും അർത്ഥമുണ്ട്. കുട്ടിയുടെ മാതാവ് ശകുന്തളയാകാമെന്ന് രാജാവ് ചിന്തിക്കുന്നു. മരുഭൂമിയിൽ ജലമില്ലാത്തിടത്ത് ജലമുണ്ടെന്ന പ്രതീതി ജനിപ്പിക്കുന്നതാണ് കാനൽ ജലം. ബാലൻ്റെ വാക്കുകൾ സന്തോഷം നൽകുന്നതാണെങ്കിലും അത് ശകുന്തളയല്ലെങ്കിൽ വിഷാദത്തിന് ഇടയാക്കും എന്ന ചിന്തയാണ് രാജാവ് ഇപ്രകാരം പറഞ്ഞത്. അടുത്തത്. വള്ളി ഋതുയോഗത്തിൻ്റെ ചിഹ്നമായ പുഷ്പത്തെ ധരിക്കട്ടെ. ഈ വാക്കുകളുടെ ധ്വനി എന്ത് എന്നാണ് ചോദ്യം. ഉത്തരം നോക്കാം. ദുഷ്യന്തൻ ശകുന്തളയോട് പറയുന്നതാണ് ഈ വാക്കുകൾ. സംസ്കൃത നാടകങ്ങളിലും മറ്റും ശകുന്തളയെ വള്ളി എന്ന് വിശേഷിപ്പിക്കാറുണ്ട്. ഇവിടെ വള്ളി എന്ന് വിശേഷിപ്പിച്ചിരിക്കുന്നത് ശകുന്തളയെയാണ്. വള്ളിച്ചെടികൾ വസന്തകാലത്ത് പൂവിടുന്നത് പോലെ ശകുന്തളയുടെയും ദുഷ്യന്തൻ്റെയും പുനഃസമാഗമായ അടയാളമായ മുദ്രമോതിരം ധരിക്കാനാണ് ശകുന്തളയോട് ദുഷ്യന്തൻ ആവശ്യപ്പെടുന്നത്. ഋതു എന്ന പദം വസന്തകാലത്തെ സൂചിപ്പിക്കുന്നു. വസന്തകാലത്തിൽ വള്ളിച്ചെടികൾ പൂവണിയും. ഇവിടെ ശകുന്തളയുടെ ജീവിതത്തിൽ ഉണ്ടാകാൻ പോകുന്ന സൗഭാഗ്യത്തെ വ്യംഗ്യമായി സൂചിപ്പിക്കുന്നുമുണ്ട്. ശകുന്തളയുടെയും ദുഷ്യന്തൻ്റെയും പുനഃസമാഗത്തെ കൂടി ഈ പദം സൂചിപ്പിക്കുന്നു. അടുത്ത ചോദ്യം പാവങ്ങൾ എന്ന പാഠഭാഗത്തുമായി ബന്ധപ്പെട്ടതാണ്. പാവങ്ങൾ ലോകസാഹിത്യത്തിലെ നിത്യവിസ്മയം എന്ന പ്രസ്താവനയെ വിലയിരുത്തി ഉത്തരം തയ്യാറാക്കാനാണ് ചോദ്യം. ഉത്തരം നോക്കാം. ചരിത്രവും യാഥാർത്ഥ്യവും മനുഷ്യജീവിത ഭാവങ്ങളുമായി ഇഴചേർന്ന് ഹൃദയസ്പർശിയായി അവതരിപ്പിച്ച പാവങ്ങൾ എന്ന വിശ്വസാഹിത്യത്തിലെ മഹാത്ഭുതമാണ് ഈ കഥ. വായന മനുഷ്യ മനസ്സിനെ ശുദ്ധീകരിക്കുന്നു. വായനയിലൂടെ മനുഷ്യ ജീവിതാവസ്ഥകൾ തിരിച്ചറിയുകയും മാനുഷിക മൂല്യങ്ങൾ ഉൾക്കൊള്ളുകയും ചെയ്യുമ്പോൾ നാം ആത്മീയമായി ഔന്നത്യം പ്രാപിക്കുന്നു. മനുഷ്യ മനസ്സുകളെ സംസ്കരിക്കുന്ന മഹത്തായ പാഠപുസ്തകമാണ് പാവങ്ങൾ. തെറ്റുകുറ്റങ്ങൾ ചെയ്തവനോട് പൊറുക്കുക എന്നതാണ് മാനവികത. ജീവിതാവസ്ഥകളും മനുഷ്യത്വമില്ലാത്ത വിധികൽപ്പനകളും ലോകത്തെല്ലായിടത്തും ഒരുപോലെയാണ്. നീതിയില്ലാത്ത നിയമവ്യവസ്ഥകൾ മനുഷ്യനെ കുറ്റവാളിയാക്കി ജീവിത ദുരിതത്തിലേക്ക് നയിക്കുന്നു. തെറ്റുകുറ്റങ്ങൾ ചെയ്തവനെ ശിക്ഷ കൊണ്ട് തിരുത്താനാവില്ലെന്നും സ്നേഹം കാരുണ്യം കൊണ്ട് മാനസാന്തരപ്പെടുത്തി നമ്മുടെ വഴിയെ കൈപിടിച്ചു നടത്താൻ കഴിയുമെന്നും പാവങ്ങൾ ഉദ്ഘോഷിക്കുന്നു. മനുഷ്യരെ പിശാചാക്കുന്നത് ദാരിദ്ര്യവും അജ്ഞാതയുമാണ്.
അവയുടെ നിവാരണത്തിനാണ് ഭരണകർത്താക്കളും സാമൂഹിക പരിഷ്കർത്താക്കളും ശ്രദ്ധിക്കേണ്ടതെന്ന് പാവങ്ങൾ നമ്മോട് വിളിച്ചു പറയുന്നു. ഏതു രാജ്യത്തിലായാലും സമൂഹത്തിൻ്റെ താഴേക്കിടയിലുള്ള പാവങ്ങളായ മനുഷ്യരുടെ അവസ്ഥ ഒന്നുതന്നെയാണ്. അടിച്ചമർത്തപ്പെട്ടിട്ടും ചൂഷണത്തിനിരയായും ജീവിതത്തിന് മുന്നിൽ നിസ്സഹായരായി പകച്ചു നിൽക്കേണ്ടി വരുന്ന മനുഷ്യ സങ്കടങ്ങളുടെ മഹാഗാഥയാണ് പാവങ്ങൾ. അജ്ഞതയും കഷ്ടപ്പാടും പാവങ്ങളും ലോകത്തുള്ള കാലത്തോളം പാവങ്ങൾ എന്ന നോവലിൻ്റെ പ്രസക്തി നഷ്ടപ്പെടില്ല. ഈ പോയിന്റുകൾ നിങ്ങളുടെ ഉത്തരത്തിൽ ഉറപ്പായും എഴുതി ചേർക്കേണ്ട പോയിന്റുകളാണ്. അടുത്തത്, പരലോകം, ഇഹലോകം, കാഹളം എന്നീ പ്രയോഗങ്ങൾ നൽകുന്ന സൂചനകൾ എന്തെല്ലാം? ഇത് വളരെ പ്രധാനപ്പെട്ട ചോദ്യം തന്നെയാണ്. നാളത്തെ ചോദ്യപേപ്പറിൽ നിങ്ങൾക്ക് കാണാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. നാം ജീവിക്കുന്ന ലോകമാണ് ഇഹലോകം. മരണശേഷം നാം മറ്റൊരു ലോകത്തെത്തുമെന്നാണ് വിശ്വാസം. അതാണ് പരലോകം. ഈ ലോകത്തിൽ നാം ചെയ്യുന്ന പ്രവൃത്തികൾ പരലോകത്ത് വെച്ച് വിചാരണ ചെയ്യും എന്ന് കരുതുന്നു. കാഹളം ഒരു സംഗീതോപകരണമാണ്. വിചാരണയ്ക്ക് മുമ്പ് കാഹളം മുഴങ്ങുമത്രേ. വിചാരണയ്ക്ക് മുമ്പുള്ള കാഹള ശബ്ദം പോലെ തിരികുറ്റിയുടെ ശബ്ദം യാങ്വാഴാങ്ങിൻ്റെ അനുഭവപ്പെടുന്നു. ഈ ലോകത്തിൽ തൻ്റെ തെറ്റുകൾ പിടിക്കപ്പെട്ടില്ലെങ്കിലും പരലോകത്ത് തൻ്റെ തെറ്റുകൾ വെളിപാടുമെന്ന യാങ്വാഴാങ്ങിൻ്റെ മാനസികാവസ്ഥ വ്യക്തമാക്കുന്ന പ്രയോഗങ്ങളാണിവ. നന്മയിലേക്കുള്ള യാങ്വാഴാങ്ങിൻ്റെ ജീവിതമാറ്റത്തിൻ്റെ സംഗീതമായും കാഹളം മാറുന്നു. അടുത്തതും പാവങ്ങൾ എന്ന പാഠഭാഗത്തുമായി ബന്ധപ്പെട്ട് തന്നെയാണ്. ഉപ്പുകൊണ്ടുള്ള ഒരു പ്രതിമ പോലെ അയാൾ നിന്നിടത്തു തന്നെ മിഴിച്ചുകൊണ്ട് നിന്നു. ഈ പ്രയോഗത്തിൻ്റെ ഔചിത്യം എന്ത് എന്നാണ് ചോദ്യം. ചൂടേറ്റാലോ തണുപ്പേറ്റാലോ ഉപ്പ് വേഗത്തിൽ അലിഞ്ഞു പോകും. ഭയന്നു വിളറിപ്പോയ യാങ്വാഴാങ്ങിൻ്റെ രൂപമാറ്റവും ഭയം സൃഷ്ടിച്ച നിശ്ചലതയും സൂചിപ്പിക്കുന്ന പ്രയോഗമാണിത്. തൻ്റെ തെറ്റിൽ ആത്മസംഘർഷം അനുഭവിക്കുന്ന യാങ്വാഴാങ്ങിൻ്റെ മാനസികാവസ്ഥ ഈ വാക്യത്തിൽ കാണാം. മോഷണത്തിന് പിടിക്കപ്പെട്ടാൽ ഉപ്പ് അലിഞ്ഞില്ലാതാകുന്നതുപോലെ തൻ്റെ ജീവിതവും ഇല്ലാതാകുമെന്ന തോന്നൽ യാങ്വാഴാങ്ങിൽ സൃഷ്ടിച്ച വിവശതയും ഈ പ്രയോഗത്തിൽ നമുക്ക് കാണാൻ സാധിക്കും. അടുത്ത പാഠം, കാലത്തിനും ദേശത്തിനുമനുസരിച്ച് ജീവിതം സ്വയം രൂപപ്പെടുകയാണ്. സുധീർ ഇപ്രകാരം അഭിപ്രായപ്പെടാനുള്ള കാരണമെന്ത് എന്നാണ് ചോദ്യം. ഉത്തരം നോക്കാം. മിസ്സിസ് തലത്തിൻ്റെ ജീവിതത്തിലെ രണ്ടവസ്ഥകളാണ് ഇതിലൂടെ വെളിപ്പെടുന്നത്. സുധീറിൻ്റെ മനസ്സിൽ മിസ്സിസ് തലത്തിൻ്റെ ഒരു രൂപമുണ്ട്. ഭാരതീയ സ്ത്രീത്വത്തിൻ്റെ അംബാസിഡർ എന്ന് വിശേഷിപ്പിക്കപ്പെട്ട പ്രൗഢഗംഭീരയായ ഒരു സ്ത്രീ. മാതൃത്വത്തിൻ്റെ സവിശേഷ ഭാവങ്ങളൊന്നും അവരിൽ കാണാൻ കഴിയുമായിരുന്നില്ല. മിസ്റ്റർ തലത്തിൻ്റെ മരണത്തോടെ അവരുടെ ജീവിതം ആകെ മാറിപ്പോയി. സുധീർ ഇന്ന് കാണുന്നത് തപസ്വിനിയെ പോലുള്ള ഒരു വൃദ്ധയെയാണ്. ആരുടെ മുന്നിലും തലകുനിക്കാത്ത അവർ സുധീറിൻ്റെ മുന്നിൽ അലിവുള്ള അമ്മയായി മാറുന്നു. അടുത്തത്, വിശ്വരൂപം എന്ന പാഠഭാഗത്ത് നിന്ന് തന്നെയുള്ള ചോദ്യമാണ്. വിശ്വരൂപം എന്ന ശീർഷകത്തിൻ്റെ ഔചിത്യം പരിശോധിക്കുക. ഉത്തരം നോക്കാം. ഭർത്താവായ ഡോക്ടർ തലത്തിന് വേണ്ടി രൂപപ്പെടുത്തിയ ജീവിതമായിരുന്നു മിസ്സിസ് തലത്തിൻ്റേത്. കുട്ടികളെ സ്നേഹിക്കാനോ ലാളിക്കാനോ അവർക്ക് കഴിഞ്ഞില്ല. ഡോക്ടർ തലത്തിൻ്റെ മരണത്തോടെ അവർ ലേഡി തലത്തായുള്ള ജീവിതം അവസാനിപ്പിച്ചു. താഴത്ത് കുഞ്ഞിക്കുട്ടി അമ്മയായി പഴയ ജീവിതം തിരിച്ചെടുക്കുകയാണ് അവർ. സ്ത്രീയിൽ ജന്മസിദ്ധമായുള്ള മാതൃത്വത്തിലേക്കുള്ള തിരിച്ചുപോക്കായിരുന്നു അത്. അഞ്ചാമത്തെ കുട്ടിയായി കരുതിയിരുന്ന സുധീർ അവരെ കാണാനെത്തുന്നു. സ്ത്രീയുടെ വിശ്വരൂപം എന്നത് അമ്മയാവുക എന്നതാണ്. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു പോയിൻ്റാണ്. ഇത് നിങ്ങളുടെ ഈ പാഠഭാഗത്തു നിന്ന് എന്ത് ചോദ്യം ചോദിച്ചാലും ഈ പോയിൻ്റ് ഉൾപ്പെടുത്താവുന്നതാണ്. അതായത് സ്ത്രീയുടെ വിശ്വരൂപം എന്നത് അമ്മയാവുക എന്നതാണ് എന്ന പോയിൻ്റ്. മാതൃത്വത്തിൻ്റെ വിശ്വരൂപം പ്രകടമാകുന്ന അമ്മയായി താഴത്ത് കുഞ്ഞിക്കുട്ടി അമ്മയായി സുധീറിന് മുന്നിൽ അവർ മാറുന്നു. അടുത്തത്, പ്രിയദർശനം എന്ന പാഠഭാഗത്തിലെ ചോദ്യങ്ങളാണ്. അന്യജീവനുതകി സ്വജീവിതം ധന്യമാക്കും അമലെ വിവേകികൾ. ആശയം വിശദമാക്കുക എന്നതാണ്. നളിനിയിലെ നായകനായ ദിവാകരൻ്റേതാണ് ഈ വാക്കുകൾ. വിവേകികൾ എന്നാൽ തിരിച്ചറിവുള്ളവർ എന്നാണ്. സ്വന്തം ജീവിതം മറ്റുള്ളവർക്ക് വേണ്ടി സമർപ്പിച്ച് ധന്യരാകും. സമർപ്പിക്കുന്നതാണ് ജീവിതത്തിൻ്റെ ധന്യത എന്ന തത്വം ദിവാകരനിലൂടെ കവി ഇവിടെ അവതരിപ്പിക്കുന്നു. പരോപകാരാർത്ഥമിതം ശരീരം
എന്ന ആശയമാണ് ദിവാകരൻ വെളിപ്പെടുത്തുന്നത്. ദിവാകരൻ്റെ ഈ ആശയം ആശാൻ്റെ ജീവിത ദർശനം കൂടിയാണ്. അടുത്തത് കടൽ തീരത്ത് എന്ന പാഠഭാഗവുമായി ബന്ധപ്പെട്ടതാണ്. കണ്ണൂരിലേക്കുള്ള തീവണ്ടി യാത്ര പാഴുതറ എന്ന ഗ്രാമത്തിനു വേണ്ടിയായിരുന്നു. ഈ വാക്യം കഥാസന്ദർഭത്തിന് നൽകുന്ന അർത്ഥസാധ്യതകൾ എന്തെല്ലാം? ഉത്തരം നോക്കാം. വെള്ളായിയപ്പൻ്റെയും ഭാര്യയുടെയും വ്യക്തിപരമായ ദുഃഖങ്ങൾ ഗ്രാമത്തിൻ്റെ ദുഃഖമായി മാറുന്നു. കണ്ടുണ്ണി ഗ്രാമത്തിനു മുഴുവൻ പ്രിയപ്പെട്ടവനായിരുന്നു എന്നുള്ള സൂചനയും ഈ വാക്യം നൽകുന്നു. ഒരു ഗ്രാമം മുഴുവൻ പണമുണ്ടായിരുന്നെങ്കിൽ കണ്ണൂരിലേക്ക് പോകുമായിരുന്നു എന്നതിൽ അവരുടെ ദാരിദ്ര്യവും പാഴുതറയിലെ 50 ചില്വാനം കുടിലുകളിൽ അത്രയും ഒരു വിഷാദവും സഹാനുഭൂതിയും നിറഞ്ഞുവെന്നിടത്ത് ആ ഗ്രാമവാസികൾ കണ്ടുണ്ണിയോടുണ്ടായിരുന്ന സ്നേഹവും വ്യക്തമാകുന്നു. അടുത്ത ചോദ്യം കടൽ തീരത്ത് എന്ന പാഠഭാഗത്ത് നിന്നുള്ള തന്നെയാണ്. ഒരു പേറ്റിച്ചിയെ പോലെ തൻ്റെ മകൻ്റെ ദേഹത്തെ വെള്ളായിയപ്പൻ പാറാവുകാരനിൽ നിന്ന് ഏറ്റുവാങ്ങി. ഈ വാക്യം വിശകലനം ചെയ്ത് കുറിപ്പ് തയ്യാറാക്കുക എന്നതാണ്. പണ്ടുകാലത്ത് വീട്ടിൽ നിന്ന് പ്രസവമെടുക്കുന്ന സ്ത്രീകൾ ഉണ്ടായിരുന്നു. അവരാണ് പേറ്റിച്ചികൾ. വളരെ ശ്രദ്ധയോടും കരുതലോടുമാണ് അവർ ഒരു കുഞ്ഞു ജീവനെ കൈകളിൽ ഏറ്റുവാങ്ങുന്നത്. ഇത്ര ശ്രദ്ധയോടെ കരുതലോടെ വെള്ളായിയപ്പൻ മകൻ്റെ ശരീരം ഏറ്റുവാങ്ങുന്നു. പേറ്റിച്ചി ഏറ്റുവാങ്ങുന്ന കുഞ്ഞിൻ്റെ ശരീരത്തിൽ ജീവൻ്റെ തുടിപ്പുണ്ടാകും. എന്നാൽ വെള്ളായിയപ്പൻ ഏറ്റുവാങ്ങിയ മകൻ്റെ ശരീരത്തിൽ നിന്നും ജീവൻ പറന്നകന്നിരിക്കുന്നു. വെള്ളായിയപ്പന് മകനോടുള്ള അത്യധികമായ സ്നേഹവാത്സല്യങ്ങൾ പ്രകടമാകുന്ന സന്ദർഭമാണിത്. അടുത്തത് നാളത്തെ പരീക്ഷയിൽ ഉറപ്പായും ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ചോദ്യം തന്നെയാണ്. പൊതിച്ചോറ് ബലിച്ചോറായ കഥയാണ് കടൽ തീരത്ത്. വിശകലനം ചെയ്യുക എന്നതാണ്. കഥയിൽ പൊതിച്ചോറ് കഥാപാത്രത്തിൻ്റെ സ്ഥാനം വഹിക്കുന്നു. വെള്ളായിയപ്പന് പാഥേയമായി കോടച്ച് നൽകിയ ചോറ്റുപൊതിയുടെ സാന്നിധ്യം കഥാന്ത്യം വരെ കാണാം. ചോറ്റുപൊതി കെട്ടിയപ്പോൾ കോടച്ചി വീഴ്ത്തിയ കണ്ണുനീരിൻ്റെ നനവ് കഞ്ഞി നനവായി വെള്ളായിയപ്പന് അനുഭവിക്കുന്നു. യാത്രയിലുടനീളം തന്നോടൊപ്പം ഉണ്ടായിരുന്ന പൊതിച്ചോറ് വെള്ളായിയപ്പൻ്റെ കരുതൽ കൂടിയായിരുന്നു. വിശപ്പും ദാഹവും ഉണ്ടായിട്ടും അനിയന്ത്രിതമായ ഏതോ നിയോഗത്താൽ കഴിക്കാതെ കരുതി വച്ചിരുന്ന പൊതിച്ചോറ് മകനുള്ള ബലിച്ചോറായി മാറുന്നു. ഇത് വളരെ പ്രധാനപ്പെട്ട പോയിൻ്റാണ്. പൊതിച്ചോറ് ബലിച്ചോറായി മാറുന്നു എന്നത്. മകൻ്റെ ശവദാഹത്തിന് ശേഷം ബലിച്ചോറായി കാക്കകൾക്ക് മുന്നിലെത്തുന്ന ഈ പാഥേയം നിസ്സഹായൻ്റെ നിലവിളിയായി കഥാന്ത്യത്തിൽ മാറുന്നു. ഇതൊക്കെ നിങ്ങളുടെ ഉത്തരത്തിൽ പ്രയോഗിച്ചാൽ നിങ്ങൾക്ക് നല്ല മാർക്ക് തന്നെ സ്കോർ ചെയ്യാൻ സാധിക്കും. അത്രയും പ്രാധാന്യമുള്ള വാക്കുകളാണ് ഇവിടെ പറയുന്നത്. അടുത്തത് കടൽ തീരത്ത് എന്ന ശീർഷകത്തിൻ്റെ ഔചിത്യം പരിശോധിക്കുക എന്നതാണ്. വെള്ളായിയപ്പൻ കടൽ തീരത്തെത്തി കയ്യിലുള്ള പൊതിച്ചോറ് മകനുള്ള ബലിച്ചോറായി അർപ്പിക്കുന്നു. യാത്രയിൽ പലരെയും കണ്ടുമുട്ടുന്നുണ്ടെങ്കിലും വെള്ളായിയപ്പൻ കരയുന്നില്ല. വെള്ളായിയപ്പൻ്റെ മനസ്സിലുള്ള സങ്കടക്കടലാണത്. ആ കടൽ തീരത്ത് നിന്നാണ് അയാൾ മകന് ബലിയിടുന്നത്. ജീവിതത്തിൻ്റെ പാഴുതറയിൽ നിന്നും അനന്തമായ കടലിൻ്റെ തീരത്ത് കഥ അവസാനിക്കുന്നു. അനന്തമായ കടൽ പോലെ ജീവിതയാത്രകൾ അവസാനിക്കുന്നില്ല. തീരത്തണയും വരെ ദുഃഖവും പേറിയുള്ള യാത്ര തുടർന്നുകൊണ്ടിരിക്കും. അടുത്തത് ആ ചരടുകളെല്ലാം കൂടി കെട്ടുപിണഞ്ഞത്, ആ കെട്ടുകളിൽ കുടുങ്ങിക്കിടന്നത് എൻ്റെ ജീവിതം പിടയുന്നു. ഈ വരികളിൽ തെളിയുന്ന ദസ്തയേവ്സ്കിയുടെ ജീവിതാവസ്ഥ വിശകലനം ചെയ്യുക എന്നതാണ് ചോദ്യം. ഉത്തരം നോക്കാം. ദസ്തയേവ്സ്കിയുടെ ആത്മസംഘർഷം വെളിവാക്കുന്ന വാക്കുകളാണിവ. ജ്യേഷ്ഠൻ മൈക്കിളിൻ്റെ അകാല മരണവും ഭാര്യ മേരിയോയുടെ രോഗവും മരണവും ദസ്തയേവ്സ്കിയെ വേദനിപ്പിക്കുന്നു. ജ്യേഷ്ഠൻ്റെയും ഭാര്യയുടെയും മരണത്താൽ അദ്ദേഹം ജീവിതത്തിൽ ഒറ്റപ്പെടുന്നു. ജ്യേഷ്ഠൻ്റെ എപ്പോക്ക് എന്ന പ്രസിദ്ധീകരണശാലയുടെ തകർച്ച ഭീമമായ കടം വരുത്തിവെച്ചു. കടക്കെണിയിലും ജ്യേഷ്ഠൻ്റെയും കുടുംബത്തെയും ഭാര്യ മേരിയായുടെ ആദ്യ വിവാഹത്തെ മകൻ പാഷയെയും സംരക്ഷിക്കേണ്ട ബാധ്യത അദ്ദേഹം ഏറ്റെടുത്തു. പാഷയുടെ കുത്തഴിഞ്ഞ ജീവിതം അദ്ദേഹത്തെ അലട്ടി. പുസ്തക പ്രസാധകനുമായുള്ള കരാറും നോവൽ പൂർത്തിയാക്കിയാൽ അന്നയുടെ സാന്നിധ്യം നഷ്ടമാകുമെന്ന ചിന്തയും അദ്ദേഹത്തിൻ്റെ ആത്മസംഘർഷം വർദ്ധിപ്പിച്ചു. ഇതിനിടയിൽ കൂടെ ഉണ്ടായിരുന്ന ചുഴലിരോഗം മാനസികമായും ശാരീരികമായും അദ്ദേഹത്തെ തളർത്തി. ഈ ബന്ധങ്ങളിൽ നിന്നും
കടമകളിൽ നിന്നും പുറത്തു കടക്കാനോ ഒളിച്ചോടാനോ കഴിയാതെ അദ്ദേഹത്തിൻ്റെ ഹൃദയം വിങ്ങുകയാണ്. ഏതു പ്രതിസന്ധി ഘട്ടത്തിലും ബന്ധങ്ങളും കടമകളും ഓർമ്മകളും കാത്തുസൂക്ഷിക്കണമെന്ന മഹത്തായ സന്ദേശം അദ്ദേഹത്തിൻ്റെ ജീവിതം നൽകുന്നു. അടുത്തത്, ആത്മാവിൻ്റെ വെളിപാടുകൾ എന്ന പാഠഭാഗം വിശകലനം ചെയ്ത് ദസ്തയേവ്സ്കിയുടെ ജീവിത ദർശനം വ്യക്തമാക്കുക എന്നതാണ് ചോദ്യം. ഉത്തരം നോക്കാം. ജീവിതത്തെ പ്രസാദാത്മകമായി നോക്കിക്കാണണം. മറ്റുള്ളവർക്ക് വേണ്ടി സഹിക്കുമ്പോഴും ത്യജിക്കുമ്പോഴുമാണ് മനുഷ്യൻ്റെ ജീവിതം അർത്ഥപൂർണമായി തീരുന്നത്. ഓരോ ദുരിതവും ജീവിതത്തെ കൂടുതൽ സ്നേഹിക്കാൻ പഠിപ്പിക്കുകയാണ് ചെയ്യുന്നത്. പീഡാനുഭവങ്ങളെ സ്നേഹിക്കുക എന്നതാണ് ദസ്തയേവ്സ്കിയുടെ കാഴ്ചപ്പാട്. ഏതു പ്രതിസന്ധി ഘട്ടത്തിലും ബന്ധങ്ങളും കടമകളും ഓർമ്മകളും കാത്തുസൂക്ഷിക്കണം. ഉപദേശത്തിൻ്റെ കുറവ് കൊണ്ടല്ല ആളുകൾ ചീത്തയാകുന്നത്, ഉപദേശത്തിനൊപ്പം അനുഭവം കൂടി ചേർന്നാലേ ജീവിതം നേർവഴിക്ക് നയിക്കപ്പെടൂ. ഇത് വളരെ പ്രധാനപ്പെട്ട പോയിന്റാണ്. കുടിലബുദ്ധികൾ നിറഞ്ഞ ഈ ലോകത്ത് നന്മ കണ്ടെത്തുക പ്രയാസകരം. എഴുത്തിലൂടെ നന്മയുടെ ലോകം സൃഷ്ടിക്കാൻ ആഗ്രഹിക്കുന്നു. എത്ര ദുരിതത്തിലൂടെ കടന്നുപോയാലും ആത്മഹത്യയെക്കുറിച്ച് ചിന്തിക്കുകയോ ജീവിതത്തെ മടുപ്പോടെ കാണുകയോ ചെയ്യരുത്. എരിയുന്ന നെഞ്ചും പൊരിയുന്ന വയറുമായി നരകിക്കുന്ന ഒരു ദരിദ്രാത്മാവിൻ്റെ അന്ത്യകാലത്തെ കുറഞ്ഞൊന്ന് ആശ്വസിപ്പിക്കാനും പ്രേമാന്തനായി വഴിപിഴച്ചു പോയ ഒരു യുവാവിനെ മാതൃഹൃദയത്തിൻ്റെ ഒരു ചിത്രം വരച്ച് കാണിച്ചു മനസ്സിലാക്കി തീർക്കാനും ഒരിക്കൽ എനിക്ക് സാധിച്ചിട്ടുണ്ട് എന്ന് ഞാൻ അഭിമാനത്തോടെ വിശ്വസിക്കുന്നു. ഈ സന്ദർഭത്തിൻ്റെ പ്രത്യേകതകൾ എന്തെല്ലാം? എരിയുന്ന നെഞ്ചും പൊരിയുന്ന വയറും എന്ന പ്രയോഗം അമ്മ അനുഭവിച്ച ദാരിദ്ര്യത്തിൻ്റെ തീക്ഷ്ണതയും അമ്മയുടെ അവശതയെയും സൂചിപ്പിക്കുന്നു. അമ്മയെ മറന്നു ജീവിച്ച മകനോടുള്ള എഴുത്തുകാരൻ്റെ പ്രതിഷേധവും ഈ വാക്കുകളിൽ കാണാം. എസ്.കെ. പൊറ്റക്കാട് എഴുതിയ കത്ത് വായിച്ച യുവാവിൻ്റെ മനസ്സ് മാറുകയും അമ്മയെ വന്ന് കാണുകയും ചെയ്യുന്നു. തൻ്റെ പ്രവർത്തനം ലക്ഷ്യം കണ്ടതിലും എഴുത്തുകാരൻ എന്ന നിലയിൽ തൻ്റെ കടമ നിർവഹിച്ചതിനാലുമാണ് അദ്ദേഹത്തിന് അഭിമാനം തോന്നിയത്. എഴുത്തുകാർ സാമൂഹിക പ്രതിബദ്ധതയുള്ളവരായിരിക്കണമെന്ന സന്ദേശം ഇതിലൂടെ അദ്ദേഹം നൽകുന്നു. പ്രശാന്തതയിൽ അനുസ്മരിക്കപ്പെടുന്ന നൈസർഗികമായ വികാരങ്ങളുടെ അനർഗളമായ പ്രവാഹമാണ് കവിത. വില്യം വേർഡ്സ്വർത്താണ് ഇങ്ങനെ പറഞ്ഞത്. കവിതയ്ക്ക് വേർഡ്സ്വർത്ത് നൽകുന്ന നിർവചനം എസ്.കെ. പൊറ്റക്കാടിൻ്റെ അനുഭവവുമായി ചേർന്ന് നിൽക്കുന്നുണ്ടോ? വിലയിരുത്തുക എന്നതാണ്. ഇത് വളരെ പ്രധാനപ്പെട്ട ചോദ്യമാണ്. ഇടയ്ക്കിടെ പരീക്ഷകളിൽ കണ്ടുവന്നിട്ടുള്ള ചോദ്യം തന്നെയാണ്. ഉത്തരം നോക്കാം. വേർഡ്സ്വർത്തിൻ്റെ അഭിപ്രായത്തിൽ മനസ്സിലെ വികാരങ്ങളുടെ അനർഗളമായ പ്രവാഹമാണ് കവിത. ഈ നിർവചനം എസ്.കെ. പൊറ്റക്കാടിൻ്റെ എഴുത്തനുഭവവുമായി ചേർന്ന് നിൽക്കുന്നു. ജീവിതാവസ്ഥകൾ എഴുത്തുകാരനിൽ സൃഷ്ടിക്കുന്ന പ്രതികരണങ്ങളിൽ നിന്നാണ് ഓരോ സാഹിത്യ സൃഷ്ടിയും ജനിക്കുന്നത്. എഴുത്തുകാരൻ്റെ വിചാരങ്ങൾ സാഹിത്യ സൃഷ്ടിയിലൂടെ വായനക്കാരിൽ എത്തിച്ചേരുന്നു. സാഹിത്യ സൃഷ്ടി നടത്തുന്ന എഴുത്തുകാരൻ്റെ അനുഭവം അതേ അളവിൽ വായനക്കാരനും പകർന്നു നൽകാൻ കഴിയണം. ആ അമ്മയുടെ അവസ്ഥ എഴുത്തുകാരനിൽ ഉണ്ടാക്കിയ വേദന അദ്ദേഹം ഒരു കത്തിലൂടെ ആവിഷ്കരിച്ചു. നിസ്സഹായതയും വൃദ്ധയുമായ ആ അമ്മയുടെ അനുഭവങ്ങൾ എസ്.കെ. പൊറ്റക്കാടിൽ സൃഷ്ടിച്ച വിചാരങ്ങൾ അതേ അളവിൽ കത്തിലൂടെ മകനിലെത്തിക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു. അനുഭവങ്ങൾ വൈകാരികമായി ചിത്രീകരിക്കുമ്പോൾ അവ വായനക്കാരൻ്റെ മനസ്സിൽ ചലനങ്ങൾ ഉണ്ടാക്കുന്നു. ചപ്പുചവറുകൾക്ക് പകരം തൂക്കി നോക്കേണ്ടത് ഞങ്ങളുടെ വിശപ്പാണെന്ന് എനിക്ക് തോന്നി. ആശയം വിശദമാക്കുക എന്നതാണ് ചോദ്യം. സമൂഹത്തിൻ്റെ മുഖ്യധാരയിൽ നിന്നും മാറ്റി നിർത്തപ്പെട്ട ഒരു ജനസമൂഹത്തിൻ്റെ ജീവിതത്തിലെ പരിതാപകരമായ അവസ്ഥ ഈ വാക്കിൽ കാണാം. പശുക്കളുടെ ചാണകത്തിൽ നിന്നും ജോവർ ധാന്യം തോണ്ടിയെടുത്ത് കഴുകിയുണക്കി ഉണ്ടാക്കുന്ന ബാക്രി എന്ന ഭക്ഷണം കഴിച്ച് വിശപ്പടക്കുന്ന ഒരു കൂട്ടം മനുഷ്യർ. ചവറിൽ നിന്ന് പോലും ഭക്ഷണം കിട്ടുന്നില്ല. ചവറിന് പകരം തൂക്കി നോക്കേണ്ടത് വിശപ്പാണ് എന്ന ലിംബാളയുടെ വാക്കുകൾ വിശപ്പിൻ്റെ കാഠിന്യത്തെ സൂചിപ്പിക്കുന്നു. ചവറ് പെറുക്കി കിട്ടുന്ന പൈസ കൊണ്ട് വിശപ്പ് മാറ്റാൻ കഴിയാത്ത, ഒരു നേരം പോലും വയറു നിറയെ ഭക്ഷണം കഴിക്കാൻ കഴിയാത്ത അവസ്ഥയിൽ ആ മനുഷ്യർ ജീവിക്കുന്നു. ആ നിമിഷം ചുമരിലെ ഘടികാരത്തിൽ നിന്നും തുള്ളി തുള്ളിയായി സമയം താഴേക്കിറ്റുന്ന ശബ്ദം വീട്ടിൽ നിറഞ്ഞു. കഥയിൽ ഘടികാരത്തിനുള്ള പ്രാധാന്യം വ്യക്തമാക്കുക എന്നതാണ് ചോദ്യം. ഇത് വളരെ പ്രധാനപ്പെട്ട ചോദ്യം തന്നെയാണ്.
ദുഃഖത്താൽ വീട്ടിൽ മൗനം തളം കെട്ടി നിൽക്കുന്നു. ഘടികാരത്തിൻ്റെ ശബ്ദമല്ലാതെ വേറൊരു ശബ്ദവും ആ വീട്ടിൽ കേൾക്കുന്നില്ല. ഘടികാരം സവിശേഷ അർത്ഥമുള്ള പ്രതീകമാണ്. ചുറ്റുപാടുകളിൽ നിന്നും മനസ്സിനെയും ഇന്ദ്രിയങ്ങളെയും പൂർണ്ണമായും മോചിപ്പിക്കുമ്പോൾ മാത്രമേ ഘടികാര സൂചി സഞ്ചരിക്കുന്ന ശബ്ദം കേൾക്കാൻ കഴിയൂ. സമയം ചലിക്കുന്നതിനനുസരിച്ച് ജീവിതത്തിൽ മാറ്റങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കും. ഓരോ മനുഷ്യനും സമയത്തിലൂടെ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നു. അടുത്ത ചോദ്യം, നിഷാദ നിർത്തു എന്ന കവിയുടെ വിലാപം അർത്ഥമാക്കുന്നത് എന്ത്? നിഷാദ നിർത്തു എന്ന കവിയുടെ വാക്കുകൾ അധർമ്മത്തിനെതിരെയുള്ള ആദിമ കവിവാക്യം ഓർമ്മിപ്പിക്കുന്നു. ശില്പം തകർത്ത യുവാവിൻ്റെ പ്രവൃത്തി കാട്ടത്തളമാണ്. പ്രതികരണശേഷി നശിച്ച, ഉറങ്ങാൻ പോലും ലഹരി തേടി പോകുന്ന പുതിയ തലമുറയോടുള്ള കവിയുടെ പ്രതിഷേധമാണ് ഈ വാക്കുകൾ. വീഡിയോ ഇവിടെ അവസാനിക്കുന്നു. വീഡിയോ ഉപകാരപ്രദമായാൽ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്യൂ. നാളെ പരീക്ഷ എഴുതുന്ന എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്.